വേണ്ടി, അവന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി, അതിനു വേണ്ടി മാത്രമാ ഞാൻ സ്വാർത്ഥയാവുന്നത്. സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഗോപികയും ഋഷിയും തമ്മിലുള്ള ഡിവോഴ്സ് നടത്തുമെന്നും അഞ്ജിതയും അഭിയും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്നും എല്ലാം ഞാൻ വാശി പിടിച്ചു. അനുജത്തിമാർക്ക് വേണ്ടി ദേവിക സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണക്കാരി ഞാനാ. അതിലെനിക്ക് അല്പം പോലും കുറ്റബോധം തോന്നുന്നില്ല ഭഗവാനെ. സിദ്ധുവിനു വേണ്ടി ഇനി എന്തും ചെയ്യാൻ എനിക്ക് മടിയില്ല. അതുമൂലം ദേവികയ്ക്ക് ഇനിയും ചിലപ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് അവിടെ നിന്നോട് പൊറുക്കണം ഭഗവാനെ. മുത്തശ്ശി. ആ എന്താ കുട്ടാ? മുത്തശ്ശി, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? നല്ല കുട്ടിയല്ലേ, കഥയോ? ഈ നേരത്താണോ പറയുന്നേ? എനിക്കിപ്പോ തന്നെ കഥ കേൾക്കണം. സിദ്ധുമോൻ നല്ല കുട്ടിയല്ലേ? എനിക്ക് കഥ പറഞ്ഞു താ മുത്തശ്ശി. എന്താ കുട്ടാ ഇത്? എന്താ കുട്ടാ ഇത്? നല്ല കുട്ടിയല്ലേ, സമാധാനിക്ക്. ആ കുട്ടാ വന്നേ, ഈ ഡ്രസ്സൊക്കെ മാറണ്ടേ? വേണ്ട, എനിക്ക് മാറണ്ട. എനിക്ക് കഥ കേൾക്കണം മുത്തശ്ശി. എന്താ മോനെ ഇത്? ദേ അമല് വിളിക്കുന്ന കേട്ടില്ലേ? ചെന്ന് അമലിന്റെ കൂടെ പോയി ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടിയായിട്ടിരുന്നേ. വേണ്ട, എനിക്ക് കഥ കേട്ടാ മതി. എനിക്ക് കഥ പറഞ്ഞു താ മുത്തശ്ശി. എനിക്ക് കഥ കേൾക്കണം. നല്ല കുട്ടികൾ ഇങ്ങനെ പറയില്ലല്ലോ. എനിക്ക് കഥ കേൾക്കണം, എനിക്ക് കഥ കേൾക്കണം, എനിക്ക് കഥ കേൾക്കണം. മോനിപ്പോ മുത്തശ്ശി പറയുന്നത് അനുസരിക്ക്. പോയി ഡ്രസ്സൊക്കെ മാറി വന്ന കഥയൊക്കെ മോന്റെ മുത്തശ്ശി, മോന്റെ മാലാഖ വന്ന ശേഷം മോന് പറഞ്ഞു തരും. അത് അപ്പോഴല്ലേ, എനിക്ക് ഇപ്പോഴാ കഥ കേൾക്കണ്ടേ. ആഹാ, ഇത് കൊള്ളാലോ. കല്യാണ ചെറുക്കനാണോ കഥ കേൾക്കണോന്ന് പറഞ്ഞ് കൊഞ്ചുന്നത്? മോനെ, ഇങ്ങനെ കുട്ടിക്കളി കളിച്ചിരിക്കാതെ ഡ്രസ്സൊക്കെ മാറി നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് കഥ കേൾക്കണം. മോനെ, മോൻ പറയുന്നൊന്ന് കേക്ക്. മുത്തശ്ശി ക്ഷീണിച്ചു വന്നിരിക്കുവല്ലേ, മുത്തശ്ശിക്ക് ഉറങ്ങണ്ടേ? മോൻ റൂമിലേക്ക് ചെന്നേ. വേണ്ട, ഞാൻ പോവില്ല. മോൻ ചെന്നേ. സിദ്ധുനെ നല്ല കുട്ടിയല്ലേ? സിദ്ധു നല്ല കുട്ടിയെ. ചെല്ല്. അമ്മ എന്താ ചുമക്കുന്നേ? ഒന്നുമില്ല മോളെ. അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. തൊണ്ട വരണ്ടോണ്ടാവും ചുമക്കുന്നേ. ഞാനിപ്പോ വെള്ളം എടുത്തിട്ട് വരാം. വേണ്ട മോളെ. അമലേ, നീയും പൊയ്ക്കോ. മായ വന്നിട്ട് സിദ്ധുവിനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി. കഥ പറഞ്ഞു താ മുത്തശ്ശി. ശരി, എന്നാ കഥ പറഞ്ഞു. ഉമ്മ മെടുക്കനായിട്ടിരിക്കും. അടങ്ങിയിരി സിദ്ധു. എന്റെ അർച്ചനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഫലവും ഉണ്ടാവും പോവുക. ഏതായാലും ഇവിടം വരെ എത്തിയില്ലേ, അത് തന്നെ ഈശ്വരന്റെ വലിയ അനുഗ്രഹം. ഇനി കുട്ടന്റെ കല്യാണം കൂടി നടന്നു കണ്ട എനിക്ക് വലിയ സമാധാനമാണ്. ഇനി എന്നപ്പ എന്റെ കല്യാണം? ഇന്നലെ കല്യാണമാണെന്നാ ഞാൻ കരുതിയേ. ഇന്നലെ ഞാനും മാലാഖേട്ടിലെ കല്യാണം നടന്നില്ലല്ലോ.
മോനെ കുട്ട, ഇന്നലെ നടന്നതും നിന്റെ വിവാഹത്തിന് ഭാഗമായുള്ള ചടങ്ങുകൾ തന്നെയാ. എന്നിട്ട് ഞാനും മാലാകയായിട്ട് പൂമാലൊന്നും ഇട്ടില്ലല്ലോ. കല്യാണത്തിന് ഞാൻ മാലാകയ്ക്ക് പൂമാല ഇട്ട് കൊടുക്കുമല്ലോ. മാലാക എനിക്കും പൂമാല ഇട്ട് തരില്ല. എന്നിട്ട് അന്ന് നടന്നില്ലല്ലോ. പൂമാല ഇടാനും താലിയെട്ടാനും ഒക്കെ കുട്ടന് ധൃതിയായി അല്ലേ? എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം. ഉം. ചായ താ, ചായ. അയ്യോ മോനെ, അത് മോനുള്ള ചായ അതല്ല. മോനുള്ള ചായ ഇളയമ്മ എടുത്തുതരാം. ഇതാ മോന്റെ ചായ. ഇതാണോ? ആ. അല്ല, ഇന്ന് നീയാണോ ചായ ഉണ്ടാക്കിയത്? ജാനകി ചേച്ചിയും ഗോപികയും സ്മൃതിയും ഒക്കെ കല്യാണത്തിന്റെ ഓട്ടത്തിലല്ലേ. ആ സ്ഥിതിക്ക് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? ഓ, അങ്ങനെ. അതെന്തായാലും നന്നായി. ഞാനൊരു ചൂട് ചായ കുടിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എനിക്കുള്ള ചായ ഇങ്ങ് തന്നേ മായ.